താങ്കൾ എന്ത് ആഗ്രഹിക്കുന്നു? ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് 12-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം ഇപ്രകാരം വായിക്കാം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. ഇതിൻ്റെ വിവിധ തർജ്ജിമകളെടുത്ത് പരിശോധിച്ചാൽ മനുഷ്യന് ദൈവത്തിനു വേണ്ടിയുള്ള യഥാർത്ഥ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അവനെ ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കും. അപ്പോൾ താങ്കൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് എന്നോട് പറയാമോ? പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ മറ്റാരോടെങ്കിലും പറയാമോ? ഇവിടെയാണ് ആദ്യത്തെ പ്രശ്നം. എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തവരാണ് പലരും. അതായത് they are not focused, not tuned. ഒന്നും വ്യക്തതയില്ലാത്ത ഒരു പോക്കാണ്. എന്നാൽ പ്രാർത്ഥനാ ജീവിതവും ദൈവഭക്തിയുമുള്ള ആളുകൾക്ക് ഒരു കൃത്യതയും ലക്ഷ്യവും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി സാധ്യതകൾ ഉണ്ട്. ഹന്ന എന്ന ഒരു പഴയ മാതാവ് ദൈവാലയത്തിൽ ചെന്നിട്ട് പുരോഹിതനോട് പറയുന്നൊരു വാക്കുണ്ട്. യജമാനെ, 9 മാസം മുമ്പ് അല്ല, 2 വർഷം മുമ്പ് അല്ല, 4-5 വർഷം മുമ്പ് ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചൊരു സ്ത്രീയെ ഓർക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഓർക്കുന്നുണ്ട്. ആ സ്ത്രീ ഞാനാണ്. ഈ വിഷയത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പൗർവിഷനിൽ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എൻ്റെ പേര് വെച്ചിട്ട് പൗർവിഷനിലേക്ക് അയക്കുക, എൻ്റെ പേഴ്സണൽ പ്രയർ ഞാൻ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കത്തുകൾക്ക് ഞാൻ അവരെ ഫോൺ ചെയ്ത് പ്രാർത്ഥിച്ചു. ഇതിന്ന് എനിക്ക് കിട്ടിയതാണ്. ഹന്ന ദൈവത്തിൻ്റെ ദാസനായ പുരോഹിതൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറയാത്തേ, ഞാൻ മറന്നിട്ടില്ല, നിങ്ങൾ മറന്നു, അങ്ങ് മറന്നു. ഞാൻ 5 കൊല്ലം മുമ്പ് മലകൂടി മാറിയ കുഞ്ഞിനെയായിട്ടാണ് വന്നെന്ന് പറയുന്നത്. അപ്പം ഞാൻ 10 വയസ്സെന്നൊക്കെ കൂട്ടാം അല്ലേ, ഇവിടെ പള്ളിയിലാക്കിയിട്ട് പോവുമല്ലേ, അപ്പോൾ 10 വയസ്സിൽ കൂടുതൽ കാണും. അപ്പോൾ 10 കൊല്ലം മുമ്പ് നടന്ന കാര്യം പറയുകയാണ്. പ്രായം സംബന്ധിച്ച് കൃത്യമായ കണക്കല്ല ഞാൻ പറഞ്ഞത്, ക്ഷമിക്കണം. ഏതായാലും ആ കുട്ടിയെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചത് ഇതിനു വേണ്ടിയാണ്. നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതിരുന്ന ഒന്ന് പ്രാർത്ഥനയാൽ ഉണ്ടായി വന്നു. ഇല്ലാതിരുന്ന ഒന്നെന്ന് മാത്രമല്ല, ഉണ്ടാകാൻ സാധ്യത ലെവലേശം ഇല്ലാത്ത ഒന്ന്. അത് പ്രാർത്ഥനയിൽ അവൾ കണ്ടു, കിട്ടി. ഇപ്പം കാണിക്കുക, ഇതാ ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ താങ്കൾ എന്താ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊന്ന് കൃത്യമാക്കാമെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കാൻ പറ്റത്തേ, ഇതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനൊരു വലിയ പ്രാർത്ഥനാക്കാരനല്ല, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കണമെന്നൊരു കൊതിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പഴയ സൈസ് ഒരു പായ മേടിച്ചു. എന്നിട്ട് പ്രെയർ ഈസ് പവർ എന്ന് അതിൽ എൻ്റെ കൈകൊണ്ട് എഴുതി. എന്നാലെങ്കിലും എൻ്റെ ഉഴപ്പ് മാറിയിട്ട് ഞാനത് കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. വേറെ പ്രെയർ റൂമുണ്ട്, ഹോളുണ്ട്, എങ്കിലും ഫ്രണ്ടിൽ ഞാനത് വെച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്, അലസന്മാരാണ്. എൻ്റെ കാര്യം ഞാൻ പറയുന്നത്. വാർത്ത കണ്ടും
ഒക്കെ ഇങ്ങനെ സമയം അങ്ങ് പോകും. അപ്പം ഇത് കാണുമ്പോൾ എന്നെ വെല്ലുവിളിക്കുക. പ്രയർ ഈസ് പവർ. എന്നെ മാത്രമല്ല, എൻ്റെ വീട്ടിൽ വരുന്നവരെ വെല്ലുവിളിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? യഥാർത്ഥമായ ആഗ്രഹം ദൈവം സാധിപ്പിക്കും എന്ന് മാത്രമല്ല, ദൈവം മനുഷ്യൻ്റെ അകത്ത് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സ് 100% ഒരു കാര്യത്തെ ആഗ്രഹിച്ചാൽ മനസ്സ് തന്നെ അതിനെ പിടിച്ചുകൊണ്ട് വരുമെന്നൊക്കെ പറയുന്ന ശാസ്ത്രങ്ങളുണ്ട്. ഞാൻ പറയുന്നത് സൈക്കോളജി അല്ല, തിയോളജിയാണ്. രക്ഷ, കർത്താവ് എന്നെ രക്ഷിക്കണേ, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം, മോക്ഷം പ്രാപിക്കണം, എനിക്ക് അനേകർക്ക് നന്മ ചെയ്യണം എന്നിങ്ങനെ സത്യസന്ധമായ ആഗ്രഹം മനസ്സിൽ നിന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നിന്നെ അതിനകത്താക്കും. പിതാവേ, അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ.